ഉപ്പ് കൂട്ടി പച്ചമാങ്ങ നമ്മളെത്ര തിന്ന് ല്ലേ ആ വരികള്. എന്നിട്ട് ഊട്ടി പോയത് എൻ്റെ മനസ്സിൽ ടൂറിന് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ ഊട്ടിക്ക് പേര് കൊടുത്തു. മനസ്സിൽ രണ്ട് സൈഡിലും ചുരം കയറുമ്പോൾ രണ്ട് സൈഡിലും മഞ്ഞുമലകളായിരിക്കും. അന്നൊക്കെ നമ്മൾ ബുക്ക് കൊണ്ടുപോകാൻ ഒരു പെട്ടിയൊക്കെ ഉണ്ടായിരുന്നു, ഒരു അലുമിനിയത്തിൻ്റെ ഒരു പെട്ടി. എനിക്ക് പിന്നെ അതേപോലെ ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ പെട്ടിയായിരുന്നു. പ്ലാൻ ചെയ്ത് നോക്കി വീടൊക്കെ അതേമാതിരി ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മളാ കുറ്റിപ്പേര പറഞ്ഞാണ്ട് കൊറേ ഇതൊക്കെ കിട്ടിയാണ്. അതാ 2 മാസം നമ്മളെ സ്കൂള് തുറക്കണ വരെ അത് തുടരും. നമ്മളെ ഫുഡൊക്കെ അതിൽ തന്നെ കൊണ്ടുപോയി വെക്കും വീട്ടിൽ. ഇവിടെ ഈ മരത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്തെ ചില ടീച്ചേഴ്സൊക്കെ നമ്മളെ മരത്തിൻ്റെ ചോട്ടിലേക്ക് കൊണ്ടുപോകും. ചില ക്ലാസ് റൂം അവിടെയായി സെറ്റ് ചെയ്യുക, അവർ ബോർഡും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട്. സജിനിക്ക് ഓർമ്മല്ലേ പറമ്പ് സ്കൂളിൽ ആ പാലമരത്തിൻ്റെ ചോട്ടിൽ ഇരുന്നുള്ള ക്ലാസ് നല്ലൊരു വൈബായിരുന്നു. ബോർഡൊക്കെ കൊണ്ടുവന്നിട്ട് ബോർഡൊക്കെ കൊണ്ടുവന്നിരിക്കും. പിന്നെ അതിൻ്റെ അവിടെ വന്ന് സെറ്റ് ചെയ്ത് വെക്കുക, എന്നിട്ട് ആ പാലമരത്തിന്റെ ചോട്ടിലിരുന്നുള്ള ഒരു. പിന്നെ പഴയ കാലം എന്ന് പറഞ്ഞാൽ എന്നൊരു ഓർമ്മയാണ് അല്ലേ. ഇപ്പൊ നമ്മള് കുട്ടികളാവുമ്പോ അതെന്നും നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഓർമ്മകള് നമ്മളെ മനസ്സിന് എത്ര മായ്ച്ചു കളഞ്ഞാലും മായാത്തൊരു സംഗതിയാണ് അല്ലേ. അപ്പം ഞാനെപ്പോഴും മാപ്പിളപ്പാട്ടിൽ ഓത്തുപള്ളിയിൽ അന്ന് നമ്മൾ ആ പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വൈബ് ഇങ്ങനെ വരും. പണ്ട് നമ്മൾ കളിച്ചതും പിന്നെ വഴിയിലൂടെ നടന്നതും മഴ കൊണ്ടതും അങ്ങനെയുള്ള സംഗതികൾ, സ്കൂളിൻ്റെ ഓർമ്മകളെന്നും ഓർമ്മകൾ വരുന്നൊരു സംഗതിയാണ്. അപ്പം നമുക്ക് രണ്ടുപേരും പാടല്ലേ രസത്തിന്. ഓത്തുപള്ളിയിലന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണ് നീലമേഘം. ഓത്തുപള്ളിയിലന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണ് നീലമേഘം. കോന്തലക്കേലന്നനിക്കായ് കെട്ടിയ നെല്ലിക്ക കണ്ട് ചൂരൽ വീശിയില്ലേ നമ്മുടെ മുല്ലാക്ക അല്ലേ. നല്ല മനോഹരമാണ്. ബാക്കിയുള്ള വരികളൊക്കെ അതിലേറെ ഗംഭീരാണ് അല്ലേ. പാഠപുസ്തകത്തിൽ മായിൽ പീലി വെച്ച് കൊണ്ട് പീലി പെറ്റ് തീരുമെന്ന് നീ പറഞ്ഞു അന്ന്. ഉപ്പ് കൂട്ടി പച്ചമാങ്ങ നമ്മളെത്ര തിന്ന് ല്ലേ. ആ വരികള് ഭയങ്കര എഫക്റ്റ് ആണ് അല്ലേ. നമ്മളെ മാങ്ങ പറിച്ചതും ഇപ്പൊ പിന്നെ റൗണ്ടിലാണ്. പണ്ടൊക്കെ നമ്മള് മാങ്ങ എറിഞ്ഞു പറിച്ച് അതിങ്ങനെ കഷ്ണിച്ച് അങ്ങനെ ഇതാണ്. ഇപ്പൊ പിന്നെ ഇപ്പൊ മുളകും പൊടി, ഇപ്പൊ വേറെ ഐറ്റാണ്. മുളകും പൊടി ഇതിട്ടാണ് അത് അടിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, റോട്ടിലിട്ടാണ്ട് അങ്ങനെ സംഭവമാണ് അറിയാം. അത് കുറേ ഓർമ്മകളിലേക്ക് ഇങ്ങനെ പോകുന്നൊരു മനോഹരമായൊരു പാട്ടാണ് അറിയാം. ഏതായാലും എല്ലാവർക്കും ഒരു സ്കൂൾ ജീവിതത്തിൽ അങ്ങനെ മനോഹരമായ നല്ല ഓർമ്മകൾ ഉണ്ടാവും. മയിൽപ്പീല് സൂക്ഷിക്കുന്നതൊക്കെ അന്നത്തെ കാലത്തൊക്കെ ഒരേ യൂണിഫോം ആവും. ഇന്നത്തെ പോലെ തന്നെ വെറൈറ്റി യൂണിഫോം ഒന്നും അന്നില്ല. ഒരേ ഏകദേശം ഒരു നേവി ബ്ലൂ, ഒരു വൈറ്റ്, ഓഫ് വൈറ്റ്, ഓഫ് വൈറ്റ്. പിന്നെ എനിക്ക് ഏറ്റവും തോന്നിയത് അന്നത്തെ ഫുഡ് അല്ലേ, മനോഹരമാണ്. ഇന്നിപ്പോ ഞാൻ ഇതിന്റെ മുമ്പ് ഇവിടെ നജാത്തിൽ വരുന്നതിന് മുമ്പ് ഒരു ഡെയിലി വേജിന് സ്കൂളിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് അവിടെ ഇപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് വളരെ സുഭിക്ഷമായി ആഹാരം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ചിക്കൻ ഉണ്ട്, അതുപോലെ തന്നെ ഫിഷ് കൊടുക്കുന്നുണ്ട്, അയില മീനൊക്കെ കൊടുത്തിരുന്നു കരുവാൻ്റെ സ്കൂളിൽ. അവസാനം മുള്ള് മാത്രമുണ്ട് മീൻ വെച്ച് കഴിഞ്ഞിട്ട്. അങ്ങനെ മനോഹരം. പിന്നെ അന്ന് പറഞ്ഞാൽ അന്ന് വെച്ചുകൊണ്ട് ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ വെച്ചുകൊണ്ട് ചെറുപയറും ആ കറി, അത് കറി കൊണ്ട് പറഞ്ഞാൽ ചോറ് വേറെ കറി വേറെ, അങ്ങനെ ഇതിങ്ങനെ പിഞ്ഞെടുത്ത് കഴിക്കണ ഒരു മനോഹരമായ സംഗതി. ആ ടേസ്റ്റ് പിന്നെ ഏത് ഫുഡിനും കിട്ടിയില്ല കേട്ടോ. ഇപ്പൊ സാമ്പാർ വരുന്നാലും അതെ. ഞാൻ ആദ്യമായിട്ട് കഞ്ഞി വാങ്ങിയ ദിവസം എന്ന് പറഞ്ഞാൽ അന്ന് സ്കൂളില് 2 ബാച്ചായിട്ടായിരുന്നു നടത്തിയിരുന്നത്. ഷിഫ്റ്റ് ആയിരുന്നു. അതായത് 5th മുതൽ 7th വരെ മോർണിംഗ് സെക്ഷനും ആഫ്റ്റർനൂൺ 1 to 4 അങ്ങനെയാണ്. അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെ സ്കൂളായതുകൊണ്ട് പിന്നെ കഞ്ഞി അവിടെ നിന്ന് വാങ്ങിക്കേണ്ട ഒരു ഇത് വരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഡേ വാങ്ങിയന്ന് കഞ്ഞികൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ അങ്ങനെ കുട്ടികളായിട്ട്
കളികളിലാണ്ട് ഏർപ്പെട്ടു. പിന്നെ അടുത്ത ബാച്ചിൻ്റെ ഇൻ്റർവെല്ലായി, അപ്പോഴും കളി തന്നെയാണ്. ലാസ്റ്റ് വീട്ടിൽ നിന്നുണ്ട് അച്ഛൻ വരുന്നത് അറിഞ്ഞ് കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതൊന്നും ഒരു ഓർമ്മയാണ്, ആദ്യമായിട്ട് സ്കൂളിൽ നിന്ന് കഞ്ഞി. പിന്നെ അന്നത്തെ ടീച്ചേഴ്സിനെയൊക്കെ നമ്മൾ വരുമ്പോൾ തന്നെ ഭയങ്കര പേടി. വടി ഉണ്ടാവും. പിന്നെ ഡൗട്ടുകൾ ചോദിക്കാൻ അത്രയും ധൈര്യമുള്ള കുട്ടികൾക്ക് മാത്രമേ പറ്റുന്നു. അല്ലാത്ത കുട്ടികളൊക്കെ ഒന്ന് ഇൻട്രോട്ടായിട്ട് കുട്ടികളൊക്കെ അങ്ങനെ ഇരിക്കുമായിരുന്നു ഏകദേശം. ടീച്ചേഴ്സിനോട് എനിക്ക് തോന്നുന്നു ഒരു ബോണ്ടായിട്ടുള്ള ബന്ധം ഉണ്ടാകുന്നത് ഈ ടൈമിലാണ് അല്ലേ. നമ്മളെ കാലത്തൊക്കെ ടീച്ചർമാരെ ആ തല കാണുമ്പോഴത്തേന് നമ്മൾ ഓടി ഒളിക്കുന്ന ഒരു സംഭവമാണത്. സ്റ്റാഫ് റൂമിൽ പോകാനൊക്കെ പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാനൊരു പേടിയാണ്. സാർ ഇനിയിപ്പോ അത് ചോദിച്ചാൽ എന്താ കരുതാന്നുള്ളത്. ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അന്ന് ആ കുട്ടിക്ക് ഡൗട്ട് ക്ലിയർ ചെയ്തില്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വീട്ടിൽ ആ കുട്ടി ബ്ലാങ്ക് ആണ്. വീട്ടിൽ പറഞ്ഞു കൊടുക്കാനും ചിലപ്പോൾ അന്ന് ട്യൂഷനും ഒന്നുമില്ല കുട്ടികൾക്ക്. പിന്നെ മണ്ണെണ്ണ വിളക്കിന്റെ ആ കാലം അതൊരു വൈബ് തന്നെയാണ്. മണ്ണെണ്ണ വിളക്ക് കത്തിച്ചിട്ട് അതിന്റെ ചുറ്റുഭാഗത്തിരുന്ന് നമ്മളങ്ങനെ വായിച്ചു. നമ്മളൊക്കെ നടന്നല്ലേ, ഞാനൊക്കെ 2 കിലോമീറ്റർ നടന്ന സ്കൂളിലെത്തി നടന്നു പോവാ. മഴയാണെങ്കിൽ മഴ കൊണ്ട് പോവാ, തിരിച്ചു പോകുമ്പോ കുട ഉണ്ടെങ്കിലും മഴ കൊണ്ട് പോണത്. കുട ഇങ്ങനെ മറിക്കുന്ന സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നല്ലോ കാറ്റത്ത്. പിന്നെ അന്നൊക്കെ സ്കൂളിൽ എന്നിട്ട് മുകൾക്ക് ഇങ്ങനെ ഇങ്ങോട്ട് സ്കൂളില്ലാന്നറിയാലേ. ഇപ്പൊ നമുക്ക് വാട്സപ്പിൽ അവൈലബിൾ ആണ്. ഞാനെങ്ങനെ അറിയോ, എന്റെ ബ്രദർ 4th ഞാൻ 1st സ്റ്റാൻഡേർഡും ആണ്. എന്നിട്ട് ഞങ്ങൾ നടന്നാ പോവാ. 1.5-2 കിലോമീറ്റർ നടന്ന് സ്കൂളിൽ എത്തിയപ്പോഴാണ് അവന് ക്ലാസ് ഉണ്ട്, എനിക്ക് ക്ലാസ്സില്ല. എന്നിട്ട് പിന്നെ ടീച്ചർ പറഞ്ഞുകൂടെ ഒറ്റ കൂടാൻ പറ്റില്ല. എന്നിട്ട് ബ്രദറിന്റെ കൂടെ അന്ന് 4th സ്റ്റാൻഡേർഡിൽ ഇരുന്ന് ആ ദിവസം ഫുള്ള് അങ്ങനെ കഴിച്ചതോ എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് ടീച്ചർ എനിക്ക് സ്ലേറ്റില് ആയും റായും ഒക്കെ എഴുതി തരും ഓലെ പഠിപ്പിക്കുന്ന കൂട്ടത്തില്. സ്ലേറ്റിന്റെ പറഞ്ഞപ്പോഴാണ് അന്നൊക്കെ നമ്മള് സ്ലേറ്റിൽ തന്നെ 4th വരെയൊക്കെ ക്ലാസ്സിൽ നമ്മൾ സ്ലേറ്റിൽ തന്നെ എഴുതിക്കൊണ്ടിരുന്നത്. സ്റ്റാൻഡേർഡിൽ ഇംഗ്ലീഷൊക്കെ സ്റ്റാർട്ട് ചെയ്യണുള്ളൂ അല്ലേ, ലെറ്റേഴ്സ് ഒക്കെ സ്റ്റാർട്ട്. അതേപോലെ IT, കമ്പ്യൂട്ടർ. പിന്നെ ഏകദേശം ഒരു ടീച്ചർ അല്ലെ, ഒരു ടീച്ചർ തന്നെ ഞങ്ങൾക്കില്ല. ഒരു ടീച്ചർ തന്നെ ഒരുപാട് സബ്ജക്റ്റ് എടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ LP-ലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അറബിക്ക് മാത്രമേ ഒരു സാറ് മാറ്റം വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ അങ്ങനെ സിസ്റ്റം. ഒരു ടീച്ചർ തന്നെ ഉച്ചയ്ക്ക് ശേഷം അയാൾ തന്നെ കാണും, അയാൾ വേറെ സബ്ജക്റ്റ് കൊണ്ടുവരും. ആള് മാറുന്നില്ല, സബ്ജക്റ്റേ മാറണുള്ളൂ. പിന്നെ അയാൾ പഠിപ്പിക്കുമ്പോഴേ നമുക്ക് അറിയുള്ളൂ ഇതാണ് സംഭവം, അയാൾ പഠിപ്പിക്കണത് ഇതാന്നുള്ളത്. നേരത്തെ പറയുന്നില്ല. പരിസര പഠനം അങ്ങനെ കുറെ. പിന്നെ അന്ന് DPEP 2-3 സിസ്റ്റങ്ങൾ എൻ്റെ കാലത്ത് തന്നെ. ഞങ്ങള് 4ാം ക്ലാസ് വരെ നോർമലായിരുന്നു. പിന്നെ DPയിൽ ഷിഫ്റ്റായി. പിന്നെ വീണ്ടും നമ്മളുടെ ഈ ഇതിലോട്ട് തന്നെ ഷിഫ്റ്റായി. അങ്ങനെ ഒരുപാട് നമുക്ക് ഓർത്തെടുക്കാൻ ഭയങ്കര. പിന്നെ അന്ന് കുട്ടികൾക്ക് ഒരു ഇതല്ലായിരുന്നു സഞ്ചയിക എന്ന് പറഞ്ഞ ഒരു ക്യാഷ് ഡെപ്പോസിറ്റ് അതെ. അന്നെന്ന് പറഞ്ഞാൽ 4th അല്ലെങ്കിൽ 7th എല്ലാ ക്ലാസ്സുകളിലൊന്നും ടൂർ കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് അവരിത്. അതെ, ക്യാഷ് ഇങ്ങനെ അതിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കും. 4th ചെറിയ ക്യാഷ് വരെ ഉണ്ടല്ലേ, 2 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ടല്ലേ. പിന്നെ ടൂർ പോവാണെങ്കിലും അടുത്തടുത്തുള്ള സ്ഥലങ്ങള്, കോഴിക്കോട് ബീച്ച്, ഹിസ്റ്റോറിക്കൽ പ്ലേസുകൾ തിരഞ്ഞെടുക്കും. പഠനയാത്രകൾ. ഞാൻ 5ാം ക്ലാസ്സിൽ നിന്ന് ടൂർ പോയത് എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഞാൻ ഊട്ടി ഫസ്റ്റ് ടൈം വീട്ടിൽ നിന്ന് ഞാൻ പുറത്തൊന്നും വല്ലാതെ പോയിട്ടില്ല. അല്ലെങ്കിൽ ഒരു തേക്ക് മ്യൂസിയം അല്ലെങ്കിൽ ഒരു കോട്ടക്കുന്ന്, അത്രേ ഉള്ളൂ. ഇങ്ങോട്ട് ഊട്ടി പോയത് എൻ്റെ മനസ്സിൽ ടൂറിന് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ ഊട്ടിക്ക് പേര് കൊടുത്തു. മനസ്സിൽ 2 സൈഡിലും ചുരം കയറുമ്പോൾ 2 സൈഡിലും മഞ്ഞുമലകളായിരിക്കും. അതാണ് മനസ്സിൽ. ഊട്ടി വരുമ്പോൾ തണുപ്പാണ്, തണുപ്പ് മഞ്ഞുണ്ടാവുന്നതായിരുന്നു. ഇങ്ങോട്ട് 5:15 സ്കൂളിൽ എത്ര പറഞ്ഞിട്ട് 5:15 എണീക്കണേ തന്നെ. എന്നിട്ട് ഓടിപ്പടഞ്ഞു പോയത് ഇപ്പോഴും ഒരു മെമ്മറിയാണ്. അന്നത്തെ ദിവസം രാത്രി ഉറക്കം വരില്ല. ഇല്ല, ഇതാണ് ആ ഒരു കൺസെപ്റ്റ്. ഞാൻ ഫസ്റ്റ് ആയിട്ട് പോയത് മലമ്പുഴയ്ക്കാണ്. 100 രൂപ എങ്ങാണ്ടായിരുന്നു അന്ന് പോവാനുള്ള ഫീസ്. ഇപ്പോഴും ഓർമ്മ ഉണ്ട്. അമ്മേനോട് ചോദിച്ചു, ആദ്യം 50 രൂപ കൊണ്ടേ കൊടുത്തു, പിന്നെ കൊണ്ടേ കൊടുത്തു. അതുപോലെ തന്നെ പെരുന്നാൾ, ഇപ്പം ആഘോഷങ്ങളും ഭയങ്കര രസമാണല്ലോ അല്ലേ. അന്നിപ്പോൾ നമ്മുടെ പെരുന്നാളൊക്കെ വരുമ്പോൾ തലേ ദിവസം നമ്മുടെ റിലേറ്റീവ്സൊക്കെ വീട്ടിൽ വരുമ്പോൾ അത് നമുക്ക് ആ തലേ അന്നത്തെ വർഷത്തിൽ ഒരു ഡ്രസ്സേ നമുക്ക് ഒരു ഡ്രസ്സും കൊണ്ട് നമ്മൾ ആ ഒരു കൊല്ലം പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത കൊല്ലത്തെ ആ ഡ്രസ്സ് കിട്ടുന്നവരെ നമ്മൾ അന്ന് ഇങ്ങനെ കല്യാണത്തിന് ഡ്രസ്സൊന്നും എടുത്തില്ല. ആ ഡ്രസ്സ് അങ്ങനെ നമ്മള് ഇപ്പൊ പറഞ്ഞ കുട്ടികൾക്ക് എല്ലാ പരിപാടിക്കും ഡ്രസ്സ് എടുത്തുകൊണ്ടേയില്ല. പെരുന്നാൾ ഞാനിപ്പോഴും ഓർക്കും. അതിന്റെ തലേ ദിവസം ഞാൻ അടുത്ത വീട്ടില് അവിടെ തന്നെ ആയിരിക്കും. അവിടെ മൈലാഞ്ചി ഇടലും ആ ഒരു രസമായിരിക്കും അവിടെ.
അത് ഏതൊരാൾക്കും നല്ലൊരു ആഘോഷമായിരുന്നു അല്ലേ നമ്മളാ വീട്ടിൽ നിന്ന്. പിന്നെ നമുക്ക് ആ ഫീലിംഗ് വരിക, അതായത് ആ പെരുന്നാളിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞ് റിലേറ്റീവ്സ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അപ്പൊ ആ വീട്ടില് ഒറ്റപ്പെടുമ്പോ ആ തലേന്ന് ഭയങ്കര കുട്ടികളൊക്കെ കരയും. ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഫാമിലീസ് ഒക്കെ പോകും. എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം കഴിഞ്ഞു. അതേപോലെ ഓണത്തിന് അന്ന് എൻ്റെ ബർത്ത്ഡേ. അപ്പൊ എൻ്റെ അടുത്ത വീട്ടിലെ എല്ലാ താത്തമാരും വരും. എന്നിട്ട് അമ്മേനെ സഹായിക്കും. എന്നിട്ട് എല്ലാ ഫുഡും ഉണ്ടാക്കും. എന്നിട്ട് അവര് ലാസ്റ്റ് പാത്രം കൂടിയും കഴുകി വെച്ചിട്ട് അന്നത്തെ ആ ഒരു സ്നേഹം അത് വലിയൊരു സമ്പത്ത് തന്നെയാണ്. ഇപ്പോഴും അവരവിടെ ചെല്ലുമ്പോ അന്റെ പിറന്നാളിന് കൂടിയില്ലേന്ന് ഇപ്പോഴും താത്താര് പറയും. പിന്നെ അന്നത്തെ മിഠായികളില്ലേ എങ്ങനെ പറയണേക്കെ 25 പൈസക്ക് തന്നെ കൊറേ മിഠായിട്ടും പൊടി ഉണ്ടായിരുന്നു. 10 പൈസ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവും. 10 പൈസേന്റെ ഒരു കറക്കണ ഒരു മിഠായി അത് കറക്കിയിട്ട്. പിന്നെ അതേപോലെ ഓറഞ്ചിന്റെ ഇടയിൽ നമ്മളിങ്ങനെ മുറിക്കും. 5 രൂപ എങ്ങാണ്ടായിരുന്നു അല്ലേ? അതൊക്കെ നല്ല അന്നത്തെ ഐസോ. ഐസിൽ അതേമാതിരി എന്താ മറ്റേ അച്ചാറൊക്കെ പിഞ്ഞാണ്ട് അതൊരു വേറെ ടേസ്റ്റ് ആണ് അറിയാം. മുന്തിരി അന്നൊക്കെ നമ്മള് ബുക്ക് കൊണ്ടുപോകാൻ ഒരു പെട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു അലുമിനിയത്തിന്റെ ഒരു പെട്ടി. എനിക്ക് പിന്നെ അതേപോലെ ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ പെട്ടിയായിരുന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 10th വരെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബെഞ്ചിലായിരിക്കുക. ക്ലാസ്സിലെ ഏറ്റവും ചെറുത് ഞാനായതുകൊണ്ട്. അപ്പോൾ ഫസ്റ്റൊക്കെ പോകുമ്പോഴും നമ്മൾ ടീച്ചർ സ്റ്റാൻഡപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടീൻ്റെ മുകളിലൊക്കെ കയറി പിന്നെ ബാക്കിലിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പിറ്റേ ദിവസം ടീച്ചർ കാണും, പിന്നെ ഫസ്റ്റ് ബെഞ്ചിൽ തന്നെ ഇരിക്കേണ്ടി വരും. അതെ. അതേപോലെ അന്നത്തെ മക്കൾക്ക് ചോക്ക് കിട്ടണത് സമ്മാനമായിട്ട് ആ കളർ ചോക്ക് പീസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര. വെക്കേഷൻ ആണെങ്കിൽ ഒരു അടിപൊളിയാണ്. ഇപ്പൊ നമുക്കൊക്കെ സമയം പോകാത്ത മാതിരിയാണ് ഇപ്പത്തെ വെക്കേഷൻ തോന്നുന്നത്. യാഥാർത്ഥ്യമാണ്. ഒരു മാസം നമ്മളിങ്ങനെ തള്ളി നിൽക്കണം. പക്ഷെ അന്നത്തെ 2 മാസം വെക്കേഷൻ കിട്ടുമ്പോൾ അതെങ്ങനെ തീർന്നു എന്നറിയില്ല. നമ്മളെ വീട്ടില് അയലോകത്ത് അതേമാതിരി എല്ലാ കുട്ടികളും ഒന്നിച്ച് വരും. ഇപ്പൊ പുഴയിൽ പോകും. അതേമാതിരി ഞങ്ങളവിടെ ഒരു മല ഉണ്ട്. ഇപ്പൊ അതേമാതിരി പിന്നെ തൊട്ടടുത്ത് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉള്ള ബറോഡ വെള്ളച്ചാട്ടം, അതുപോലെ ചെങ്ങലപ്പാറ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചെറുക്കന്മാരെ ഒന്നിച്ച്, ചെറിയ കുട്ടികളാണല്ലോ, രാവിലെയാണ് പോകും. അതേമാതിരി മദ്രസൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പോകും. എന്നിട്ട് ഫുഡൊന്നും ഉണ്ടാവില്ല. അവിടെ എല്ലാം വല്ല മലയിലെ ഫ്രൂട്ട്സും അങ്ങനത്തെ ഒക്കെ വലിച്ചെടുത്തുകൊണ്ട് അതൊക്കെ ഒന്നിച്ചിരുന്ന് കഴിച്ച് വീട്ടിക്ക് പിന്നെ തിരിച്ചു വരുമ്പോൾ നല്ല അടിയൊക്കെ കിട്ടും. എന്നാലും വേണ്ടില്ല. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോകില്ല എന്നൊക്കെ പറയും. വീണ്ടും എന്ത് ചെയ്യും, അടുത്ത ദിവസം ഇതന്നെ തുടർന്നുകൊണ്ടിരിക്കും. പക്ഷെ എന്തായാലും ഇപ്പൊ അത് അന്ന് കുറെ അടിയൊക്കെ കിട്ടിയെങ്കിലും പിന്നെ രസമായിട്ടാണ് അതൊക്കെ. കൂട്ടാനും കളിക്കില്ലേ, ചിരട്ടിയില് കറി ഇതൊക്കെ ഉണ്ടാക്കി. അതേപോലെ അന്നത്തെ ആൾക്കാരൊക്കെ ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക് പോകുമായിരുന്നു. അടുത്തടുത്തായിരുന്നു വീടുകളൊക്കെ. ഞങ്ങളൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. വെള്ളിയാഴ്ചകളാവാൻ പിന്നെ നമ്മള് സ്കൂൾ ഫ്രണ്ട്സും ഈ അടുത്തുള്ള വീട്ടുകാരനെ സെയിം ക്ലാസ്സിലും നമ്മൾ അവരെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വരാനുള്ള സമയം ഉണ്ടാവും. ഓരോരോ വെള്ളിയാഴ്ച ഓരോരോ ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക് എന്നിട്ട് ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കും. വീടൊക്കെ അതേമാതിരി ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മളാ കുറ്റിപ്പേര പറഞ്ഞാണ്ട് കൊറേ ഇതൊക്കെ കിട്ടിയാണ്. അതാ 2 മാസം നമ്മളെ സ്കൂള് തുറക്കണ വരെ അത് തുടരും. നമ്മളെ ഫുഡൊക്കെ അതിൽ തന്നെ കൊണ്ടുപോയി വെക്കും. വീട്ടിലെ സാധനങ്ങളൊക്കെ ചിരട്ടി അതൊന്നും മറക്കാൻ കഴിയാത്ത ഒരുപാട് നല്ല ഓർമ്മകളാണ് അറിയല്ലേ. ചിരട്ടയില് ഇതുണ്ടാക്കിയ ചെറിയപ്പോ അരി അല്ലേ, വീട്ടിൽ നിന്ന് ചിലപ്പോ മോഷ്ടിച്ചോണ്ടിരുന്ന കാണാതെ കൊണ്ടിരുന്ന അരിയൊക്കെ കൊടുക്കാണ്ട് ലേശ അതൊന്നും ഉണ്ടാവൂല. പക്ഷെ ഉണ്ടാക്കാൻ കഴിയില്ല. എന്നാലും അതില് വെള്ളം ഒഴിച്ചാണ്ട് നമ്മളെ കൊണ്ട് എന്തൊക്കെ കഴിയും, നമ്മളെന്താണോ ഉമ്മയിൽ നിന്ന് കണ്ടത് അത് നമ്മള് അതിൽ ചെയ്യാൻ നോക്കും. അതേപോലെ ചിരട്ടയും കൊണ്ട് മോതിരം ഉണ്ടാക്കിയിരുന്നു. ചിരട്ട ഇങ്ങനെ തുളച്ച് അതേപോലെ ഒരു കുഴി ഉണ്ടാക്കുമല്ലോ, എന്നിട്ട് ചതിയൻ കുഴിയോ, എന്നിട്ട് ഇലയൊക്കെ വെച്ചിട്ട് കണ്ണുപൊത്തി കൊണ്ടുപോകും അല്ലേ. അങ്ങനെയൊക്കെ ഒരു പരിപാടി ആയിരുന്നു അന്നൊക്കെ കൊറേ കളികള് അല്ലേ. സോടി ഊഞ്ഞാലാടിയിരുന്നു. നല്ല സ്പീഡിൽ ആടിയിട്ട് പിന്നെ എണീറ്റ് നിന്നിട്ട് ആടും. എന്നിട്ട് കാല് അന്നൊക്കെ എല്ലാ വീട്ടിലും ഒരു ഊഞ്ഞാലുണ്ടാവില്ലേ. എല്ലാ വീട്ടിലും പ്ലാവും മാവൊക്കെ ഉണ്ടായിട്ട്. അതെ, ആ മാവിന്റെ ചോട്ടിലുണ്ടാവും എല്ലാ കുട്ടികളും. പിന്നെ ഏതാണോ സീസൺ ആ സീസണിലെ ഫ്രൂട്ട്സ് നമ്മൾ മൊത്തമായിട്ട് കഴിച്ചിട്ടുണ്ടാവും. ഇപ്പൊ മാവാണെങ്കിൽ അത് മാങ്ങ ചാടുന്ന സമയത്ത് അതാ മൂച്ചിയിൽ നിന്ന് മാങ്ങ കഴിയണ വരെ നമ്മള് ഉപയോഗിച്ചിട്ടുണ്ടാവും എന്നറിയാം. പക്ഷെ അന്ന് ഇന്നത്തെ പോലെ അസുഖങ്ങളൊന്നും ഇല്ലല്ല. നമ്മള് ഒരാള് ഉപയോഗിച്ച് മാങ്ങ അടുത്ത ആള് ഉപയോഗിക്കും. അതേപോലെ കൊത്തിയ മാങ്ങ അത് ചെത്തിയില്ലല്ലോ, അതിന്റെ ബാക്കി കഴിച്ചിട്ട് നമ്മള് എറിയലാണ്. എന്നാലും വേണ്ടില്ല.
ഒരു രസമായിരുന്നു അറിയാം. എല്ലാവരും ഒന്നിച്ച് പിന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനം എടുക്കണം, അഡ്ജസ്റ്റ് ചെയ്യണം. എൻ്റെ തറവാട്ടിലൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട്, ഈ കടക്കാൻ തന്നെ സ്ഥലം ഉണ്ടായില്ല. കാരണം എൻ്റെ അമ്മായിൻ്റെ കുട്ടികൾ അതുപോലെ തന്നെ വീട്ടിലെ പിന്നെ 7 ആൾക്കാർ 8 ആൾക്കാരുണ്ട് വീട്ടില്. ഓലൊക്കെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് ഒരു ചെറിയൊരു വീടാണ്. നമ്മളൊക്കെ കിടക്കുകയാണെങ്കിൽ പക്ഷെ എന്നാലും ആ ചിലപ്പോ വരാന്തിയിലൊക്കെ കിടക്കാം, എല്ലാവരും ഒന്നിച്ച് പായ് വിരിച്ചാണ്ട് ആ കിടക്കുന്ന സിസ്റ്റമൊക്കെ. പക്ഷെ ഒരു സ്നേഹബന്ധം ഒരു പിരിയാൻ കഴിയാത്ത ചില പാട്ടിയൊക്കെ കൂടിയിട്ടുണ്ടാവും, പക്ഷെ എന്നാലും അത് അതിന്റെ ഉള്ളിൽ തീർന്നു. രസകരമായ നല്ല ഓർമ്മകൾ. രാത്രി വീടിന്റെ ഉള്ളിൽ നടക്കം കളിക്കൂലേ. പിന്നെ വീട്ടില് ഒരാൾ എന്തൊരു പേടി ഉണ്ടാവും നമുക്ക്. എന്റെ വലിയ കറണ്ട് ഇല്ല എന്റെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു പെട്രോൾ മാക്സ് സംഭവമുണ്ട്, അത് കത്തിച്ചിരിക്കുക ചെയ്യുക, മണ്ണെണ്ണ ഇതാക്കിയാണ്ട്. അതുപോലെ തന്നെ വിളക്ക്, മണ്ണെണ്ണ വിളക്കൊക്കെ അല്ലേ അന്നാണ് റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണ കൊണ്ടുവരുന്നത്. വൈകുന്നേരം ആയാല് നമ്മളെ വീട്ടിലെ അമ്മമാർക്കൊക്കെ അതൊരു ജോലിയായിരുന്നു. പിന്നെ വൈകുന്നേരം ചായ, അരിമണി, വൈകുന്നേരം എന്ന് പറഞ്ഞപ്പോഴാണ് അരിമണി വറുത്തതും ചായ, അരി വറുത്തിട്ട് കഴിക്കില്ലേ. അങ്ങനെ ഒരുപാട് അരി വറുത്ത് പറയുമ്പോഴാണ് നമ്മൾ പിന്നെ കടിച്ചാപറിച്ച് ഉണ്ടാക്കിയിരുന്നല്ലോ. സ്കൂള് വിട്ട് വരുമ്പോൾ വലിയ കിർക്കലിലൊക്കെ പറങ്കിമാവിൻ്റെ തോട്ടം ഉണ്ടാവും, വലിയ തോട്ടം ഉണ്ടാവും, അതിൻ്റെ അടുത്ത് കൂടെയാണ് നമ്മൾ പോരുക. അപ്പോൾ സ്കൂള് വിട്ട് പോരുമ്പോൾ ഈ മാങ്ങയൊക്കെ പെറുക്കി ഒരു ഇർക്കലിൽ ഇങ്ങനെ കുറത്തിട്ടാണ് സ്കൂള് വിട്ട് വരിക. പിന്നെ അത് മുറിച്ചിട്ട് നമ്മൾ കടിച്ചാപറിച്ച് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഈ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്തേനെ.